അടുത്ത ബയോമോളിക്യൂളാണ് ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പല സ്ഥലത്തേക്കും പോവലുണ്ട്. അതായത് വിരുന്നൊക്കെ ആയിട്ട് നമ്മൾ പലപ്പോഴും പല സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ഒരിക്കലും നമ്മളെ കാണാത്ത, അല്ലെങ്കിൽ അതുവരെ നമ്മളെ കാണാത്ത പലരും നമ്മളോട് പറയലുണ്ട്, ഇന്ന വീട്ടിലത്തെയാണോ, ഇന്ന ആളുടെ മകനാണോ, അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മളോട് ചോദിക്കുന്നത്, അതായത് നമ്മൾ നമ്മുടെ പൂർവികന്മാരുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പാരൻസുമായിട്ടോ ഗ്രാൻഡ് പാരൻസായിട്ടോ അവരുടെ പാരൻസൊക്കെ ആയിട്ട് നമ്മുടെ സിമിലാരിറ്റീസ് കാണിക്കും, സാമ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓരോ കുടുംബത്തിനും അതെ, ചില കുടുംബത്തിലുള്ളവർ മുഴുവനും പാരമ്പര്യമായിട്ട് അവർ ചിലപ്പോൾ ഏതെങ്കിലും തൊഴിൽ ചെയ്യുന്നതല്ല, അവർക്ക് പാരമ്പര്യമായിട്ട് ചില സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ചില സവിശേഷതകൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ വൈദ്യം അത് ചെയ്യുന്നത് ചില കുടുംബത്തിലുള്ളവർ ഒരുമിച്ച് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ചിലർ ഒരു കുടുംബത്തിലുള്ളവർ മുഴുവനും പാട്ടുകാരായിരിക്കാം. അല്ലെങ്കിൽ അതേപോലെ ഏതെങ്കിലും സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും സവിശേഷതകൾ ഓരോ കുടുംബത്തിന് പാരമ്പര്യമായിട്ട് കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മുടെ രൂപത്തിലുള്ള സാദൃശ്യം, അതൊക്കെ നമുക്ക് ഒരു തലമുറയിൽ നിന്ന് വേറൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. അപ്പം ഇങ്ങനെ എന്താണിത്, ഒരു തലമുറയിൽ നിന്ന് വേറൊരു തലമുറയിലേക്ക് ഇതേപോലെയുള്ള ഇൻഹറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഹെറിഡിറ്റി അല്ലെങ്കിൽ പാരമ്പര്യം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഈ ഹെറിഡിറ്റിക്ക് കാരണമാകുന്നത് എങ്ങനെയാണ്, ഒരു ജനറേഷനിൽ നിന്ന് വേറൊരു ജനറേഷനിലേക്ക് എങ്ങനെയാണ് ഇതൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്, എന്താണ് അതിൻ്റെ അടിസ്ഥാന കാരണം എന്നൊക്കെ നോക്കിയപ്പോഴാണ് നമ്മൾ ഈ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന ഈ ബയോമോളിക്യൂളിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചത്. അപ്പോൾ നമുക്കറിയാം ഈ ഹെറിഡിറ്റിക്കൊക്കെ കാരണം നമ്മുടെ ന്യൂക്ലിയസിലുള്ള ക്രോമസോംസ് ആണ്. ഈ ക്രോമസോംസ് ഒക്കെ ന്യൂക്ലിക് ആസിഡിലാണ്, അതായത് ന്യൂക്ലിയസിലുള്ള ന്യൂക്ലിക് ആസിഡിലാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിക് ആസിഡ് രണ്ട് തരത്തിലുണ്ട്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ DNA എന്ന് പറയും. അതുപോലെ തന്നെ റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ RNA. ഈ DNA ആണെങ്കിൽ RNA ഒക്കെ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അതിൽ ഒരു പെൻഡോസ് ഷുഗർ യൂണിറ്റ് ഉണ്ട്, അതായത് 5 കാർബൺ വരുന്ന ഒരു ഷുഗർ യൂണിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ അതിൽ ഒരു നൈട്രജൻ കണ്ടെയ്നിങ് ബേസ്, നൈട്രജൻ ഉള്ള ഒരു മോളിക്യൂൾ ഉണ്ട് അല്ലെങ്കിൽ നൈട്രജനസ് ബേസ് ഉണ്ട്. അതുപോലെ തന്നെ ഫോസ്ഫോറിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് DNA അല്ലെങ്കിൽ RNA പോലെയുള്ള ന്യൂക്ലിക് ആസിഡുകൾ. ഈ ന്യൂക്ലിക് ആസിഡുകളെ കുറിച്ചിട്ട് അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്.